നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പരസ്പര വെല്ലുവിളികളുമായി വീണ്ടും അമേരിക്കയും ഉത്തര കൊറിയയും നേർക്കുനേർ. തങ്ങൾക്കെതിരായ യുദ്ധഭീഷണി അമേരിക്ക അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുവാമിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ബോംബിടുമെന്നാണ് ഉത്തര കൊറിയയുടെ മുന്നറിയിപ്പ്. കൊറിയയെ തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കാണ് ഉത്തര കൊറിയൻ തിരിച്ചടി. മധ്യദൂര ഹ്വസോങ് 12 മിസൈൽ ഉപയോഗിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഭരണത്തലവനായ കിം ജോങ് ഉൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. പസഫിക് മേഖലയിൽ അമേരിക്കയുടെ ശക്തമായ സൈനിക താവളമുള്ള ദ്വീപാണ് ഗുവാം. കര, വ്യോമ, നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ശക്തമായ സാന്നിധ്യമുണ്ട് ഇവിടെ. അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന പ്രകോപനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാനാണ് ഉത്തര കൊറിയൻ നീക്കമെന്ന് സൈനിക വക്താവും സ്ഥിരീകരിച്ചു. മിസൈൽ ആക്രമണത്തിനുള്ള പദ്ധതി തയ്യാറായിട്ടുണ്ട്. മുൻകൂട്ടി ആക്രമിച്ച് കൊറിയയെ പ്രതിരോധിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. ഇതുണ്ടായാൽ അമേരിക്കയ്ക്കെതിരെ സർവ്വശക്തിയും പ്രയോഗിച്ച് യുദ്ധം ചെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട്. മിസൈൽ ആണവ പരീക്ഷണങ്ങൾ ഉത്തര കൊറിയ അവസാനിപ്പിച്ചില്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീത് ഉണ്ടായിരുന്നു. ഇതിനോടാണ് ഉത്തര കൊറിയയുടെ പ്രതികരണം. ഉത്തര കൊറിയൻ പ്രസിഡന്റ് ലോകത്തിന് ഭീഷണിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ആണവ മിസൈലുകൾ തയ്യാറാക്കുന്നതിൽ ഉത്തര കൊറിയ വളരെയധികം മുന്നോട്ടു പോയെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപ് കടുത്ത ഭാഷയിൽ നിലപാട് വ്യക്തമാക്കിയത്. അണുബോംബിന്റെ ചെറുരൂപം ഉത്തര കൊറിയ വികസിപ്പിച്ചതായും ആഴ്ചകൾക്ക് മുൻപ് അമേരിക്കൻ തീരം വരെ എത്തുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതാണ് അമേരിക്കയുടെ കടുത്ത നിലപാടിന് കാരണം എന്നാണ് സൂചന. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം. For latest news, subscribe our channel and press the bell icon to never miss any news.